ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് കംഫോർട്ടിൻ്റെ സമൂസ മേക്കറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊരു അടിപൊളി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതിൽ ഒരു 24 സമൂസ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആദ്യം നമ്മൾ മാവ് കുഴച്ചിട്ട് സമൂസക്കുള്ളൊരു വലിയൊരു പത്തിരി പരത്തിയെടുക്കണം. ഈ സമൂസ മേക്കറിൻ്റെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന പത്തിരി വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ സമൂസ മേക്കറിൻ്റെ മുകളിലായിട്ട് ഈ പത്തിരി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായി കവർ ചെയ്യണം. അതിൻ്റെ ഓരോ സൈഡും കവർ ചെയ്തിട്ട് അതിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സമൂസിൻ്റെ ഫില്ലിങ്സ് നമുക്ക് എത്രയാണോ ഫില്ലിങ്സ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെച്ച് കൊടുക്കാം. ട്രയാങ്കിളിൻ്റെ പുറത്തേക്ക് ഫില്ലിങ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോമ്പിലൊക്കെ നമ്മളെ വീട്ടിൽ സമൂസ ഇല്ലാത്തൊരു നോമ്പർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ടഫാണ് ഈ സമൂസ ഉണ്ടാക്കിയെടുക്കാൻ. കുറേ പത്തിരിയൊക്കെ പരത്തി ക്ഷീണിച്ചു പോകും. ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്ത പത്തിരി കൂടി പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഇതിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കണം കേട്ടോ. വെറും ഒരു 8 പത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 100 സമൂസയോളം ഉണ്ടാക്കിയെടുക്കുക ഇതിനെ കൊണ്ട്. ഇത്ര എളുപ്പമാണ് കേട്ടോ, ഇത് ഭയങ്കര ഈസിയാണിത്. ഇനി ഇതുപോലെ കണ്ടില്ലേ, സൈഡൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് പത്തിരിക്കുയലുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ അതിൻ്റെ ട്രയാങ്കിളിൻ്റെ പച്ച ലൈന് ഫുള്ള് നല്ല തെളിഞ്ഞ് കണ്ടാലാണ് നമുക്ക് നന്നായിട്ട് ആ സമൂസ അതിൽ നിന്നും വേറിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലോണം പ്രസ് ചെയ്ത് 2-3 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് വേറിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ കംഫോർട്ടിൻ്റെ ഈ അച്ചിൽ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പരത്തുമ്പോൾ ഞാൻ കണ്ടില്ലേ, ഒരു അടിയിലൊരു ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും നന്നാവുക. എന്നാൽ പിന്നെ അതിങ്ങനെ പരത്തുമ്പോൾ ഇളകി പോവില്ല. പിന്നെ പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടർത്തിയെടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് അടർത്തിയെടുക്കാൻ, ഇത് കണ്ടില്ലേ, ഇതും ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇത് കണ്ടില്ലേ, ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള സമൂസ തന്നെ കിട്ടും കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 490 രൂപയാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല വേർത്താണ്.